Hi, the next topic is continuous integration. ഇത് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ്റെ ഒരു വർക്ക് ഫ്ലോ ആണ്. ഡെവലപ്പേഴ്സ് കോഡ് റൈറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷനിൽ കൊടുക്കും. കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷനിൽ ബിൽഡ് ആപ്ലിക്കേഷൻ ഫ്രം സോഴ്സ് കോഡ്, ദെൻ റൺ ഓട്ടോമേറ്റഡ് ടെസ്റ്റഡ്. കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷനിൽ എല്ലാം നടക്കുന്നത് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്യും. ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കമ്പൈൽ ചെയ്യും ആ സോഴ്സ് കോഡ് വെച്ചിട്ട്. പിന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ടെസ്റ്റും ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലം ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. അത് ഓക്കെ ആകുന്നോടം വരെ. ഓക്കെ ആയി കഴിഞ്ഞിട്ട് അതിനെ മെർജ് ചെയ്യും. നമ്മളുടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തതും നേരത്തെ ഉണ്ടായിരുന്നതും ചേഞ്ച് ചെയ്തതും തമ്മിൽ മെർജ് ചെയ്തിട്ട് ആപ്ലിക്കേഷനെ ഡിപ്ലോയ്മെൻറ്റിലേക്ക് കൊടുക്കും. ഇറ്റ്സ് റെഡി ഫോർ ഡിപ്ലോയ്മെൻറ്റിലേക്ക് കൊടുക്കും. ഇനി കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ. A continuous integration or build server is a tool that helps software teams work together smoothly. It acts as a central hub for managing code from multiple developers. When a developer adds new code to the shared repository, the CI server automatically builds the project, run tests, logs to the result. ഒരു കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ്റെ ഒരു വർക്കിംഗ് ആണ് പറഞ്ഞത്. കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദ സോഫ്റ്റ്വെയർ ടീംസ് വർക്ക്സ് ടുഗദർ സ്മൂത്ത്ലി. അതായത് സോഫ്റ്റ്വെയർ ടീമിലുള്ള എല്ലാ ഡെവലപ്പേഴ്സും ഒന്നിച്ച് വർക്ക് ചെയ്ത, അതായത് ഓരോരുത്തർക്കും സെറ്റ് ഓഫ് കോഡ്സ് വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കും. ആ വർക്ക് ചെയ്തതിനെല്ലാം ഒന്നിച്ച് ആക്കണയാണ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷനിലൂടെ നടക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സെൻട്രൽ ഹബ്ബ് പോലെ ആക്ട് ചെയ്യും ടു മാനേജ് ദ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സിനെ മാനേജ് ചെയ്യാനായിട്ട്. പിന്നെ പുതിയ ഒരു കോഡ് ഒരു ഡെവലപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതിനെ കമ്പൈൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിനെ ഡെവലപ്പേഴ്സിന് കൊടുക്കും. എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ഓക്കെ ആണോ എന്ന് ഉള്ള റിസൾട്ട് വരും. എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നേരെ ഡെവലപ്പേഴ്സിന് തന്നെ പിന്നെയും കൊടുക്കും. As a build server primary purpose is to automate the process of building software. അതായത് ഒരു കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ, അതാണ് ബിൽഡ് സെർവറിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സോഫ്റ്റ്വെയറിനെ ഓട്ടോമാറ്റിക്കലി പ്രോസസ് ചെയ്യുക. Process of building software, automatically process building software. Then a continuous integration server, also known as build server, is a centralized environment for building distributed development projects. It manages a shared repository and acts as a referee for incoming code. അതായത് ബിൽഡ് സെർവർ, അതായത് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ എൻവയോൺമെൻറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് ഫോർ ദ ബിൽഡിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്. ഇറ്റ്സ് മാനേജസ് എ ഷെയർഡ് റെപ്പോസിറ്ററി. അതായത് പല ഡെവലപ്പേഴ്സ് കോഡുകൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഷെയർഡ് റെപ്പോസിറ്ററിയിലേക്കാണ് ഇതിനെല്ലാത്തിനെ ആഡ് ചെയ്യുന്നത്. ആ ഷെയർഡ് റെപ്പോസിറ്ററിനെ മാനേജ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ വഴി. When developers commit to the repository, the CI server initiates a build and documents the results. അതായത് ഒരു പുതിയ ഡെവലപ്പർ ഈ ഷെയർഡ് മെമ്മറിയിലേക്ക്, ഈ ഷെയർഡ് റെപ്പോസിറ്ററിയിലേക്ക് ഒരു ഡെവലപ്പർ അവരുടെ കോഡ് റൈറ്റ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ CI സെർവർ ആയിരിക്കും അതിനെ ഇനിഷ്യേറ്റ് ചെയ്ത് അതിനെ ബിൽഡ് ചെയ്യുക. അതായത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കമ്പൈൽ ചെയ്തതിൻ്റെ റിസൾട്ട്, അതായത് എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കി കഴിഞ്ഞിട്ട് ആ എറർ ഉണ്ടെങ്കിൽ പിന്നെയും ഡെവലപ്പേഴ്സിന് അതിൻ്റെ റിസൾട്ടിനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതാണ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ, ഫ്രീക്വൻറ്റ് മെർജിങ് ഓഫ് സെവറൽ സ്മോൾ ചേഞ്ചസ് ഇൻ ടു എ മെയിൻ ബ്രാഞ്ച്. അതായത് പല ഡെവലപ്പേഴ്സാണ് ഈ ചേഞ്ച് ചെയ്യുന്നത്, ഓരോ കോഡ് റൈറ്റ് ചെയ്യുന്നതും
ഓരോ ചേഞ്ചസ്, ഓരോ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യുക, ഓരോ ചേഞ്ചസ് ചെയ്യുന്നത്. ആ എല്ലാ ഇതിനെയും ഒന്നിച്ച് മെർജ് ചെയ്ത് ഒരു മെയിൻ ബ്രാഞ്ച് ആക്കും. അതാണ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ. ഇനി കണ്ടിന്യൂസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ വെൻ ടീംസ് പ്രൊഡ്യൂസ് സോഫ്റ്റ്വെയർ സ്മോൾ അപ്ഡേറ്റ്സ് ഇൻ ക്വിക്ക് ഷോർട്ട് സൈക്കിൾസ് വിത്ത് ഹൈ സ്പീഡ് റിലയബിൾ സോഫ്റ്റ്വെയർ ക്യാൻ ബി റിലീസ്ഡ് അറ്റ് എനി ടൈം. അതായത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിനെ എപ്പോൾ വേണമെങ്കിലും റിലീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഡെലിവറി. ദെൻ ദ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റ് ഈസ് when new software functionality is rolled out completely automatically. കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഫങ്ഷനാലിറ്റി എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കലി ചെയ്തതിനെയാണ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് എവറി ചേഞ്ച് ദാറ്റ് പാസസ് ഓട്ടോമേറ്റഡ് ടെസ്റ്റേഴ്സ് ഈസ് ഇമ്മീഡിയറ്റ്ലി റിലീസ്ഡ് ടു users without any manual steps. It ensures updates happen quickly and smoothly with no human interventions needed. അതായത് എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതിനാണ് ഈ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റിൽ പറയുന്നത്. ഇനി കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ is the practice of merging all developer working copies to a shared code line several times a day and validating each integration with an automated build. അതായത് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്? ഡെവലപ്പേഴ്സ് അവരുടെ കോഡിനെ ഷെയർഡ് കോഡ് ലൈനിലേക്ക് കമ്മിറ്റ് ചെയ്യും. ആ കമ്മിറ്റ് അതായത് ഒരു ഡേയിൽ തന്നെ സെവറൽ ടൈംസ് ഇൻ എ ഡേ, ഒരു ഡേയിൽ തന്നെ പല പല തവണ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ആ ചെയ്തതിനെല്ലാം ഓട്ടോമാറ്റിക്കലി കമ്പൈൽ ചെയ്തതാണ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ്റെ ഒരു CA and CD stands for continuous integration and continuous delivery or continuous deployment. In very simple term, CA is a modern software deployment practice in which incremental code changes are made frequently and reliable. Automated build and test step triggered by CA ensures that code changes being merged into the repository are reliable. Then the code is then delivered quickly and seamlessly as a part of the CD process. In the software world, the CI or CD pipeline refers to the automation that enables incremental code changes from developers' desktops to be delivered quickly and reliable to production. ഇതാണ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ വർക്ക് ചെയ്യുന്നത്. Integrate the code changes by each developer so that the main branch remains up to date. ഇതാണ് ഈച്ച് ഡെവലപ്പേഴ്സ് കോഡ് ബിൽഡ് ചെയ്തിട്ട് മെയിൻ ബ്രാഞ്ചിലേക്ക് കൊടുക്കും. മെയിൻ ബ്രാഞ്ച് എപ്പോഴും അപ് ടു ഡേറ്റഡ് ആയിരിക്കും. ഇതൊരു CAയും CDയും കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡെലിവറി. കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷനിൽ പ്ലാൻ കോഡ് ബിൽഡ്, then continuous testing is full of automatically working. Then continuous delivery is release, deploy, operate and monitor. In continuous integration represents a paradigm shift because it changes the way software teams work by emphasize frequent automated and collaborative workflows instead of traditional slower and manual process. Without continuous integration, your software is broken until somebody proves it works, usually during a testing or integration stage. അതായത് ഒരു കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് ഫ്ലോസ് ആയിരിക്കും. അതായത് ഒരു സോഫ്റ്റ്വെയർ ടീം ഉപയോഗിച്ചിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ടീം അവരുടെ കോഡ് ടീമിലുള്ള പലവരുടെ കോഡ് ഒരു ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്ത് അതിനെ കമ്പൈൽ ചെയ്ത് ടെസ്റ്റ് ചെയ്താണ് ഓട്ടോമാറ്റിക്കലിയാണ് അതിൻ്റെ എറേഴ്സും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. വിത്ത് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ
your software is proven to work with every new change, and you know the moment it breaks and can fix it immediately. അതായത് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുമ്പോൾ എല്ലാ പുതിയ പുതിയ ചേഞ്ചുകളും നമുക്ക് അതിലേക്ക് വർക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ നമ്മളുടെ സോഫ്റ്റ്വെയറിനെ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ആദ്യം തന്നെ ഇമ്മീഡിയറ്റ്ലി അത് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കണം. The teams that use continuous integration effectively are able to deliver software much faster and with fewer bugs than team that do not. അതായത് ഈ ടീമിലുള്ള എല്ലാവരും കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് നമ്മളുടെ സോഫ്റ്റ്വെയറിനെ മച്ച് ഫാസ്റ്റർ ആക്കാൻ പറ്റും. കാരണം ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്ത് കമ്പൈൽ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതുകൊണ്ട്. Implementing continuous integration. In practice, CI is often defined as having a build with unit tests that executes at every commit or checking to the version control. നമ്മൾ പറഞ്ഞു ഓരോ ഡെവലപ്പേഴ്സ് അവരുടെ കോഡ് ഒരു ഷെയർഡ് റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്യുന്നത്. ആ ഷെയർഡ് റെപ്പോസിറ്ററിയാണ് വെർഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ വെർഷൻ കൺട്രോളിലേക്ക് ഒരു ഡെവലപ്പർ പുതിയതായിട്ടൊരു കോഡ് കമ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു ചെക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ CI വർക്ക് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ സോഫ്റ്റ്വെയർ എപ്പോഴും അപ് ടു ഡേറ്റഡ് ടെസ്റ്റഡ് ആയിരിക്കും. The practice of continuous integration relies on certain prerequisites being in place. Most importantly, continuous integration depends on teams following a few essential practices. The next step is what you need before you start. നമ്മൾ കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. There are 3 things that you need before you can start with the continuous integration. First one is version control. Everything in your project must be checked into a single version control repository. നമ്മളുടെ കയ്യിലുള്ള സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിലെ എല്ലാ കാര്യങ്ങളും ഒരു സിംഗിൾ വെർഷൻ കൺട്രോൾ റെപ്പോസിറ്ററിയിൽ ചെക്ക്ഡ് ഇൻ ആയിരിക്കണം. അതായത് കോഡ്, ടെസ്റ്റ്, ഡാറ്റാബേസ് സ്ക്രിപ്റ്റ്, എവറിത്തിങ് മസ്റ്റ് ബി ചെക്ക്ഡ് ഇൻ ടു എ സിംഗിൾ വെർഷൻ control repository. Then the second one is an automated build. അതായത് നമ്മൾ പ്രൊജക്റ്റിൽ നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൽ കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത് എല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മാനുവലി വരുന്ന ഹ്യൂമൻസിന് വരുന്ന ടെസ്റ്റിങ്, കമ്പൈല് അതൊന്നും വരത്തില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കമാൻഡ് ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരു കമാൻഡ് ലൈൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. ആ കമാൻഡ് ലൈൻ വെച്ചിട്ടാണ് നമ്മളുടെ പ്രൊജക്റ്റിനെ ബാക്കി നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്. You can start off with a command line program that tells your IDE to build your software and then runs your tests, or it can be complex collection of multi-stage build scripts that call one another. Whatever the mechanism, it must be possible for either a person or a computer to run your build, test and deployment process in an automated function via the command line. നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടാക്കിയ കമാൻഡ് ലൈൻ വെച്ചിട്ടായിരിക്കണം ബാക്കി നമ്മൾ ആ പ്രൊജക്റ്റിനെ ബിൽഡ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ വേണ്ടത്. ഇനി എഗ്രിമെൻറ്റ് ഓഫ് ദ ടീം. നമ്മളുടെ കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ജസ്റ്റ് എ ടൂൾ, ഇറ്റ്സ് എ പ്രാക്ടീസ് ടു എവറി ടീം മെമ്പേഴ്സ് ഹാവ് എ ഡിസിപ്ലിൻ ആൻഡ് ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ് to the software, to the project. കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ ആയിരിക്കണം നമ്മളുടെ സോഫ്റ്റ്വെയർ ടീമിലുള്ള എല്ലാവരും. You need everyone check if in small incremental changes frequently to mainline and agree that the highest priority task on the project to fix any change that breaks the application. നമ്മളുടെ ടീമിലുള്ള എല്ലാവരും നോക്കണം നമ്മളുടെ സോഫ്റ്റ്വെയറിനെ ബ്രേക്ക് ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം ഫിക്സ് ചെയ്യാനായിട്ട് നോക്കണം.
നമ്മളുടെ ടീം മെമ്പേഴ്സിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിയർ ഈസ് എ സിമ്പിൾ പ്രോസസ് ടു ഫോളോ. നമ്മുടെ കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ ഫോളോ ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോസസ്സാണ് പറയുന്നത്. ചെക്ക് ടു സീ ഇഫ് ദ ബിൽഡ് ഈസ് ഓൾറെഡി റണ്ണിങ്. അതായത് ഓൾറെഡി വേറെ ഏതെങ്കിലും കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചെക്ക് ചെയ്തു. ആണെങ്കിൽ വെയിറ്റ് ചെയ്യണം അത് ഫിനിഷ് ആവുന്നോളം വരെ. ഇനി അത് ഫിനിഷ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു എറർ, ഒരു ഇഷ്യൂ അവിടെ ഉണ്ടെന്നാണ്. വർക്ക് വിത്ത് യുവർ ടീം ടു ഫിക്സ് ദ പ്രോബ്ലംസ് ബിഫോർ ട്രൈയിങ് അഗെയിൻ. നമ്മളൊന്നും കൂടി ട്രൈ അഗെയിൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഇഷ്യൂ എന്താണെന്ന് നോക്കിയിട്ട് അത് ടീം മെമ്പേഴ്സിനെ കൂട്ടി അത് ഫിക്സ് ചെയ്യാൻ നോക്കണം. എൻഷുർ ദ സിസ്റ്റം സേസ് ഇൻ എ വർക്കിംഗ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞിട്ട് ആ സിസ്റ്റം വർക്കിംഗ് സ്റ്റേറ്റിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഇഷ്യൂ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഷ്യൂവിനെ ടീം മെമ്പേഴ്സിനെ കൂട്ടി ആ ഇഷ്യൂവിനെ ഫിക്സ് ചെയ്യണം, ആ പ്രോബ്ലത്തിനെ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ട്രൈ അഗെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ സോഫ്റ്റ്വെയർ വർക്കിംഗ് സ്റ്റേറ്റ് ആവുന്നോളം വരെ. വൺസ് ഇറ്റ് ഹാസ് ഫിനിഷ്ഡ് ആൻഡ് ദ ടെസ്റ്റ് ഹാവ് പാസ്ഡ്, update the code in your development environment from this version in the version control repository to get any updates. ഇത് ഫിനിഷ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വെർഷൻ കൺട്രോളിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ന്യൂ വെർഷനെ വേണം എടുക്കാനായിട്ട്. റൺ ദ ബിൽഡ് സ്ക്രിപ്റ്റ് ആൻഡ് ടെസ്റ്റ് ഓൺ യുവർ ഡെവലപ്മെൻറ്റ് മെഷീൻ ടു മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് സ്റ്റിൽ വർക്ക്സ് കറക്റ്റ്ലി ഓൺ യുവർ കമ്പ്യൂട്ടർ, or alternatively use your CI tools personal build feature. നമ്മളുടെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ആകുന്നുണ്ടല്ലോ നോക്കണം. For CI to be effectively, the following practices will need to be in place before you start. നമ്മൾ കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. The first one is check in regularly. Create a comprehensive automated test suite. Keep the build and test process short. Managing your development workspace using continuous integration software. ആദ്യത്തെ ചെക്ക് ഇൻ റെഗുലർലി. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. നമ്മളുടെ കോഡ് ഒരു ഡേയിൽ തന്നെ 2-3 വട്ടം ചെക്ക് ചെയ്യണം. ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് ബെനഫിറ്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് യുവർ ചേഞ്ചസ് സ്മോളർ ആൻഡ് ദസ് ലെസ് ലൈക്ലി ടു ബ്രേക്ക് ദ ബിൽഡ്. ഇറ്റ് മീൻസ് യു ഹാവ് എ റീസൺ നോൺ ഗുഡ് വേർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ ടു റിവേർട്ട് ടു വെൻ യു മേക്ക് എ മിസ്റ്റേക്ക് ഓർ ഗോ ഡൗൺ ദ റോങ് പാത്ത്. അത് നമ്മൾ ഇങ്ങനെ നോക്കുന്നത് വഴി നമുക്ക് നമ്മളുടെ വെർഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുന്നത് വഴി നമ്മൾ ഇപ്പം ചെയ്യുന്നത് തെറ്റാണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. It helps you to be more disciplined about your refactoring and stick to small changes that preserve behavior. അതായത് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്താനായിട്ട് നോക്കില്ല. നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും ഇങ്ങനെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നത് വഴി. It helps to ensure that changes altering a lot of files are less likely to conflict with other people's work. അതായത് മറ്റുള്ളവരുടെ വർക്ക് നമുക്ക് കണ്ട് നോക്കാനായിട്ട് പറ്റും. ഹെൽപ്സ് ടു എൻഷുർ ദാറ്റ് ചേഞ്ചസ്, നമുക്ക് നമ്മുടെ ചേഞ്ചസ് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് അലൗസ് ഡെവലപ്പേഴ്സ് ടു ബി മോർ എക്സ്പ്ലോറേറ്റീവ്, ട്രൈയിങ് ഔട്ട് ഐഡിയാസ് ആൻഡ് ഡിസ്കാർഡിങ് ദം ബൈ റിവേർട്ടിങ് ബാക്ക് ടു ദ ലാസ്റ്റ് കമ്മിറ്റഡ് വേർഷൻ. ലാസ്റ്റ് കമ്മിറ്റ് ചെയ്ത വേർഷനായിട്ട് നമുക്ക് അതിനെ ഡെവലപ്പേഴ്സ് ടു ബി മോർ എക്സ്പ്ലോറേറ്റീവ്, ട്രൈങ് ഔട്ട് ഐഡിയാസ്. അതായത് ലാസ്റ്റ് കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഐഡിയാസ് നോക്കാനായിട്ട് പറ്റും, നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുന്നത്, റെഗുലർലി ചെക്ക് ചെയ്യുന്നത് വഴി. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് ക്രിയേറ്റ് കോംപ്രഹെൻസീവ് ഓട്ടോമേറ്റഡ് ടെസ്റ്റ് സ്യൂട്ട്. നമ്മൾ ടെസ്റ്റ് കേസസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
മാനുവലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. മാനുവലി ചെയ്യുമ്പോൾ ഹ്യൂമൻസിൻ്റെ ഇത് വരുന്നതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളുടെ സോഫ്റ്റ്വെയർ എപ്പോഴും വെൽ ഡിസിപ്ലിൻഡ് ആൻഡ് ഇതായിട്ട് 3 kinds of tests that runs from continuous integration: build, unit test, component test and acceptance test. ഫസ്റ്റ് വൺ യൂണിറ്റ് ടെസ്റ്റ്. യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല ചെറിയ ചെറിയ ബ്ലോക്ക് ഓഫ് പീസസ് ഓഫ് സ്മോൾ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ ടുഗദർ കമ്പൈൻ ചെയ്യും. It's a component test. The behavior of several components of your application, like unit test, they don't allows require starting the whole application. നമ്മൾ യൂണിറ്റ് ടെസ്റ്റിൽ whole application നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ they may hit the database, the file system or other systems. The acceptance testing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഡിസൈൻ മീറ്റ്സ്, അതായത് അവർക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് the application meets the acceptance criteria desired by the ബിസിനസ്സുകാർ വെച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. Acceptance tests are best written in such a way that they run against the whole application in production like environment. The third step is keep the build and test process short. അതായത് നമ്മൾ ബിൽഡ് ചെയ്യുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും ഷോർട്ടാക്കാനായിട്ട് നോക്കുക. If it takes too long to build the code and run the unit test, you will run into the following problems. അതായത് നമ്മൾ ഭയങ്കര വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് ആണ് പറയുന്നത്. People will stop doing a full build and running the tests before they check in. You will start to get more failing builds. നമ്മൾ വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫെയിൽ ചെയ്യാനായിട്ട്, അതായത് കമ്പയർ ചെയ്യുമ്പോൾ ഫെയില് കൂടുതൽ വരും. നമ്മൾ ചെറുത് ആദ്യം തന്നെ ബിൽഡ് ചെയ്യുക, ചെറുത് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യുക. നമ്മൾ ഒത്തിരി വലുത് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫെയിലിയേഴ്സ് വരും. അതാണ് ഇവിടെ പറയുന്നത്. മാക്സിമം ചെറുതാക്കാൻ നോക്കുക. നെക്സ്റ്റ് വൺ ഈസ് മാനേജിങ് യുവർ ഡെവലപ്മെൻറ്റ് വർക്ക് സ്പേസ്. നമ്മളുടെ ഒരു ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന വർക്ക് സ്പേസ് മാനേജ് ചെയ്യുക. ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഈസ് കെയർഫുള്ളി മാനേജ്ഡ്. Developers should always work from a good starting point when they being a fresh piece of work. നന്നായിട്ട് ഫ്രഷ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. The last one is using continuous integration. There are many products on the market that can provide the infrastructure for your automated build and test process. These tools provide the infrastructure needed to automatically compile code, run tests and check if everything works without manual effort. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും, ഒരു സോഫ്റ്റ്വെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ചെയ്യാനായിട്ട് നോക്കണം. വിത്തൗട്ട് മാനുവൽ എഫേർട്ട്. നമുക്ക് മാനുവലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ബിൽഡ് കമ്പൈൽ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും എല്ലാം ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ വഴി നടക്കണം. The automated build process should end with the creation of the final software product, like binaries or installation packages. നമുക്ക് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷനിൽ ഒരു സോഫ്റ്റ്വെയറിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ചെയ്ത്, അതായത് അതിനെ കമ്പൈൽ ചെയ്യുക, അത് ബിൽഡ് ചെയ്യുക, പിന്നെ അതിനെ ടെസ്റ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമുക്കൊരു ബൈനറീസ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാളേഷൻ പാക്കേജ്, ഒരു ഇൻസ്റ്റാളേഷൻ പാക്കേജ് വഴിയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. These products are then stored in a place where testers or clients can easily access and download the latest stabled version. നമ്മൾ ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനെ നമുക്ക് നമ്മളുടെ ഒരു പ്ലേസിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലയൻസിനും
ടെസ്റ്റേഴ്സിനും അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലയൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യാം. ഇതാണ് നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ വഴി കിട്ടുന്നത്. സോ ടുഡേ താങ്ക് യു.